നോമ്പെടുത്താൽ ഒരു വർഷം പ്ലാൻ ചെയ്ത കുറ്റങ്ങൾക്ക് പരിഹാരമായെന്ന് ചിലർ കരുതുന്നു എന്ന കമന്റ് ഇപ്പോൾ ഗൗരവമെന്ന് വിലയിരുത്തി സംസ്ഥാന നേതൃത്വം. ജലീലിനെ പിന്തുണച്ച് കമന്റിട്ട മൂവാറ്റുപുഴ ആവോലി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് പദവി നഷ്ടമായേക്കും. CPM ജലീലിനെയും ശ്വാസിച്ചേക്കാൻ സാധ്യതയുണ്ട്. പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സാമൂഹ്യ മാധ്യമ പോസ്റ്റിന് താഴെ മതവിദ്വേഷം നിറയുന്ന കമന്റിട്ട CPM മൂവാറ്റുപുഴ ആവോലി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നടപടി CPM ഗൗരവത്തിലെടുക്കും. ചർച്ച നടപടിക്കും സാധ്യതയുണ്ട്. മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ MJ ഫ്രാൻസിസ് ആണ് CPM പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ മതവിദ്വേഷ കമന്റിട്ടത്. PC ജോർജ് വിവാദം കത്തുമ്പോൾ ഇത്തരം ഇടപെടലുകൾ CPM സഖാക്കൾ നടത്തരുതെന്നാണ് നിർദ്ദേശം. ഇത്തരം വിവാദങ്ങൾക്ക് കാരണം പ്രത്യേക വിഭാഗം CPMൽ നിന്നും അകലുന്നതിന് ഇത് കാരണമാവുമെന്നും അവർ ഉന്നയിക്കുന്നുണ്ട്. ജലീലിനോടും ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ പാടില്ലെന്ന് CPM നിർദ്ദേശിച്ചേക്കും. ശാസനയുടെ രൂപത്തിൽ അത് നൽകാനും സാധ്യത ഏറെയാണ്. ജലീൽ പാർട്ടി അംഗമല്ലെങ്കിലും ഇടത് MLA എന്ന നിലയിലാകും CPM ഇടപെടൽ നടത്തുന്നുണ്ടാവുക. മുസ്ലിം ജനവിഭാഗത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന കമന്റിട്ട സ്ക്രീൻഷോട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയും വിവാദമാകുകയും ചെയ്തതോടെ വിശദീകരണവുമായി മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി രംഗത്തെത്തിയിരുന്നു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ പരാമർശം CPM നിലപാടല്ലെന്ന് ഏരിയ കമ്മിറ്റി സെക്രട്ടറി അനീഷ് M. മാത്യു പറഞ്ഞു. ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന പ്രവർത്തകരെ തിരുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ഏരിയ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഫ്രാൻസിസ് കമന്റ് നീക്കവും ചെയ്തു. സാമൂഹ്യ മാധ്യമത്തിലൂടെ ക്ഷമാപണവും നടത്തി. പക്ഷേ അച്ചടക്ക നടപടി അനിവാര്യമെന്നാണ് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടും. KT ജലീലിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തയാൾക്ക് കമന്റായാണ് ഫ്രാൻസിസിന്റെ വിവാദ പരാമർശം. വിഷയത്തിൽ CPM ഫ്രാൻസിസിനോട് വിശദീകരണം തേടുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഫ്രാൻസിസ് ഖേദപ്രകടനം നടത്തിയതും പാർട്ടി നിർദ്ദേശപ്രകാരം തന്നെ. കമന്റ് മുസ്ലിം മതവിഭാഗത്തെ ആകെ ക്രിമിനൽ സ്വഭാവമുള്ളവരായി ചിത്രീകരിക്കുന്ന നിലയിൽ ആയത് തീർത്തും തെറ്റായിപ്പോയി. ഈ കമന്റ് മൂലം മാനസികമായി വിഷമമുണ്ടായ മുഴുവൻ പേരോടും ഞാൻ നിർവാജ്യം ഖേദം പ്രകടിപ്പിക്കുന്നു. ഞാൻ ഏതെങ്കിലും മതവിശ്വാസം പിന്തുടരുന്ന ആളല്ല. ഒരു മതത്തോടും എനിക്ക് പ്രത്യേക സ്നേഹമോ വിദ്വേഷമോ ഇല്ല. കുറ്റവാളികൾ ഏതെങ്കിലും മതത്തിന്റെ സൃഷ്ടിയാണെന്ന വിചാരവും എനിക്കില്ല. മതത്തെ രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യമായി ഉപയോഗിക്കുന്നവരാണ് അപരത വിദ്വേഷം പ്രചരിപ്പിക്കുന്നത്. എൻ്റെ പാർട്ടി നിലപാടിനോട് വിപരീതമായ നിലയിൽ കമന്റ് വെക്കുന്നതിൽ ഞാൻ ദുഃഖിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഫ്രാൻസിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്. KT ജലീലിന്റെ വിവാദ പ്രസംഗത്തിന്റെ വീഡിയോയ്ക്ക് കീഴിലാണ് MJ ഫ്രാൻസിസിന്റെ കമന്റ് എന്നത് CPMനെയും വെട്ടിലാക്കുന്നുണ്ട്. ജലീലിനോടും ഇത്തരം നിലപാടുകൾ പാടില്ലെന്ന് വിശദീകരിച്ചേക്കും. നോമ്പെടുത്താൽ ഒരു വർഷം പ്ലാൻ ചെയ്ത കുറ്റങ്ങൾക്ക് പരിഹാരമായേക്കും എന്ന് ചിലർ കരുതുന്നെന്നും കമന്റിൽ ഫ്രാൻസിസ് ആരോപിച്ചിരുന്നു. ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ സ്വഭാവം ഉള്ളത് മുസ്ലിങ്ങൾക്കാണ്. അവരെ പഠിപ്പിക്കുന്നത് എന്ത് തെറ്റ് ചെയ്താലും പള്ളിയിൽ പോയി 5 നേരം പ്രാർത്ഥിച്ചാൽ മതി എന്നാണ്. അതുപോലെ എല്ലാ വർഷവും നോമ്പ് നോറ്റ് പകൽ മുഴുവൻ ഉമിനീർ, രാത്രി നല്ല ഭക്ഷണം കഴിച്ച് ഉറങ്ങിയാൽ ഒരു വർഷക്കാലം പ്ലാൻ ചെയ്ത കുറ്റങ്ങൾക്കും പോരായ്മകൾക്കും പരിഹാരങ്ങൾ ഉണ്ടാകുമെന്നാണ് മതപുരോഹിതന്മാർ പഠിപ്പിക്കുന്നത് എന്നും കമന്റിൽ പറഞ്ഞിരുന്നു. മദ്രസയിൽ പോയി മതപഠനം നടത്തിയവരാണ് കഞ്ചാവ് MDMA കടത്ത് കേസുകളിലൊക്കെ പിടിയിലാകുന്നെന്ന KT ജലീൽ MLAയുടെ പ്രസംഗത്തിനെതിരെ വിമർശനവുമായി മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. മതത്തിന്റെ പേരിൽ വേർതിരിച്ചു കാണേണ്ട വിഷയമല്ല ഇതെന്നും ഇത്തരം അഭിപ്രായങ്ങൾ മതധ്രുവീകരണത്തിന് ശ്രമിക്കുന്നവരെ സഹായിക്കുമെന്നും നമസ്ത മറുപടി നൽകി. മലപ്പുറത്തെ ഇഫ്താർ സംഗമത്തിൽ KT ജലീലിന്റെ പ്രസംഗമാണ് വിവാദമായത്. മതപഠനമോ മതവിദ്യാഭ്യാസമോ കിട്ടാത്ത മറ്റ് സമുദായങ്ങളിലെ ചെറുപ്പക്കാർക്കുള്ള ധാർമ്മിക ബോധം പോലും മുസ്ലിം സമുദായത്തിലെ ആളുകൾക്ക് ഉണ്ടാകുന്നില്ലെന്നും KT ജലീൽ കുറ്റപ്പെടുത്തിയിരുന്നു. കോളേജുകളിലും സ്കൂളുകളിലും അച്ചടക്കം കാണിക്കുന്നതിലും അധ്യാപകരെ ബഹുമാനിക്കുന്നതിലുമൊക്കെ മുസ്ലിം കുട്ടികളെക്കാൾ മറ്റു മതങ്ങളിലെ കുട്ടികളാണ് മുന്നിലുള്ളതെന്നും ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്ന് മതനേതാക്കൾ പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. പലയിടങ്ങളിൽ നിന്നും വിമർശനം വന്നെങ്കിലും പ്രസംഗത്തിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ഓരോരുത്തരും അവനവനിലേക്കും കുടുംബത്തിലേക്കും സമുദായത്തിലേക്കും നോക്കണമെന്നും പിശുക്കുകൾ തിരുത്തണമെന്നും KT ജലീൽ ഫേസ്ബുക്കിലും ഇതിനെപ്പറ്റി പിന്നീട് കുറിച്ചു.